പോലീസിലെ കൂട്ട സ്ഥലമാറ്റത്തിനെതിരെ ഉദ്യോഗസ്ഥർ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക്. പാലക്കാട് ജില്ലയിൽ മാത്രം 70 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്നലെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലെ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലമാറ്റത്തിൽ ഉൾപ്പെട്ടവരിൽ 60 പേരും പോലീസ് അസോസിയേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. പ്രതികാര ബുദ്ധിയോടെയാണ് സർക്കാർ പോലീസുകാരെ സ്ഥലം മാറ്റുന്നത് എന്ന് CPM നേതാവ് AK ബാലൻ. ഇപ്പോൾ 420 മാനേജർമാരെ ട്രാൻസ്ഫർ ചെയ്തു. അതിൽ 200 ജീവനക്കാർ സിംഗിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ടിൽ ട്രാൻസ്ഫറാണ്. ഈ രൂപത്തിൽ തത്വദീക്ഷിത എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിൽ ട്രാൻസ്ഫറാണ്. ഈ പുറത്തുള്ള ആൾക്കാരെയും അധോലോകത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ സ്വാധീനത്തിന് വിധേയമായി ഈ രൂപത്തിൽ ഒരു സ്ഥാപനത്തിൽ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക? മാനസികമായി പീഡിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിപാനൂര് ചൊക്കിളി പിണറായി അങ്ങോട്ടും ഇങ്ങോട്ടും മടുത്തു, ഡിപ്രഷനായി, ബ്രെയിൻ പൊട്ടി മരണപ്പെട്ടു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, എന്താണ് CPMന്റെ ആരോപണം? മധു, ഇന്നലെ രാത്രിയിലാണ് പാലക്കാട് ജില്ലയിലെ സിവിൽ പോലീസ് ഓഫീസർമാർ അതുപോലെ തന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ 70 പേരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇതിനെതിരെ ഇപ്പോൾ സേനയിൽ വലിയ അമർഷം പുകയുകയാണ്. കാരണം ഇതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ഈ കേരള പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്, അതുപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. 70 പേരെ സ്ഥലം മാറ്റിയതിൽ 60 പേരും അത്തരത്തിൽ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും 3 വർഷം പോലും ആയിട്ടില്ല പല സ്റ്റേഷനുകളിലേക്കും എത്തിയിട്ട്. അതിനിടയിലാണ് അവരെ എല്ലാം ഇപ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് സേനയ്ക്ക് അകത്ത് ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത്. കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം സതീഷ്, അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സുനിൽ, KPA മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം സുധീഷ്, KPA സംസ്ഥാന നിർവാഹക സമിതി അംഗം സജിത, പോലീസ് സൊസൈറ്റി ബോർഡ് മെമ്പർ ഉഷസ്, KPOA അതായത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ പ്രമോദ്, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷീബ തുടങ്ങിയ ആളുകളെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇവരെല്ലാം ദൂര സ്ഥലങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആരംഭിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ ഉടൻ തന്നെ സമീപിക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് CPM മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലനും ഈ സ്ഥലമാറ്റത്തിൽ വിമർശനവുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. KSFയിൽ ഉൾപ്പെടെ 400-അധികം ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റുന്നു, റവന്യൂവിൽ സ്ഥലം മാറ്റുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസിലും ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത് ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ മാനസികമായി ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ, അതായത് UDF സർക്കാർ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഈ സ്ഥലമാറ്റങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ പറയുന്നത്. മുമ്പ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ AK ആന്റണിയും കരുണാകരനും എല്ലാം ഭരിക്കുന്ന കാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഈ ഉദ്യോഗസ്ഥരോടുള്ള പെരുമാറ്റം ഇപ്പോൾ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ LDF സ്വീകരിക്കുമെന്നുള്ളതാണ് CPM നേതാവായിട്ടുള്ള AK ബാലൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാധു, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിലെ സ്ഥലം മാറ്റത്തിനെതിരെ CPM.